ഇതെല്ലാം തന്നെ നമ്മൾ മരുന്ന് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ്. പണ്ട് കേരളത്തിൽ അങ്ങാടിപ്പെട്ടി എന്നൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് വൈദ്യന്മാര് രോഗികളെ പരിശോധിച്ച ശേഷം അവർക്ക് ആവശ്യമായ മരുന്നുകൾ, അവരുടെ രോഗത്തിനനുസരിച്ചുള്ള മരുന്നുകൾ ഈ പെട്ടിയിൽ നിന്ന് എടുത്ത് അതിന്റെ തൂക്കത്തിനനുസരിച്ച് അളവിനനുസരിച്ചുള്ള എടുത്തു കൊടുത്ത് വീട്ടിൽ തന്നെ കഷായം വെച്ച് കഴിക്കുന്ന ഒരു ശീലമായിരുന്നു പണ്ട് കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ മരുന്നുകളെല്ലാം ഉപയോഗിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. മരുന്നുകൾ കഷായമൊക്കെ ആക്കി വെച്ച് നമുക്ക് റെഡിമെയ്ഡ് കഷായങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ ആ പഴയ കാലത്തിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ അങ്ങാടിപ്പെട്ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഈ മരുന്നുകളെല്ലാം നമ്മൾ മരുന്നുണ്ടാക്കുന്നതിന് മുമ്പ് അതിന്റെ തൂക്കത്തിനനുസരിച്ച് മരുന്നുകളെല്ലാം എടുക്കും. അത് കറക്റ്റായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മളത് ചതച്ചെടുത്ത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മരുന്ന് നിർമ്മാണത്തിന് മരുന്നുകൾ കഴുകിയെടുത്ത ശേഷം അത് ചെറുതാക്കണം. മിക്കവാറും പല ടൈപ്പ് മരുന്നുകൾ, വേരുകൾ വരാറുണ്ട്, അതുപോലെ മരത്തിന്റെ കാതലുകൾ വരാറുണ്ട്. അങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടായിരിക്കും നമുക്ക് മരുന്നുകൾ കിട്ടുക. അപ്പൊ അത് ചെറുതാക്കി വേണം നമ്മൾ കഷായം വെക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻസുകളാണ് ഇതെല്ലാം. ഇതിന്റെ അകത്തിട്ട് നമ്മൾ ചതച്ചെടുത്ത് അത് പൗഡർ ആക്കേണ്ടത് പൗഡറാക്കി ചതച്ചെടുക്കേണ്ടത് ചതച്ചെടുത്തിട്ടാണ് നമ്മൾ കഷായ നിർമ്മാണത്തിലേക്ക് അല്ലെങ്കിൽ തൈലത്തിന്റെ മറ്റു മരുന്നുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ മുമ്പേ ഉണക്കമരുന്നുകളുടെ കാര്യമാണ് പറഞ്ഞത്. പച്ചമരുന്നുകളുണ്ടല്ലോ, കറ്റാർവാഴ അല്ലെങ്കിൽ പുളിയില, അങ്ങനത്തെ മരുന്നുകൾ നമുക്ക് ജ്യൂസ് ആയിട്ടായിരിക്കും മരുന്നിലേക്ക് ചേർക്കേണ്ടത്. അപ്പൊ അത് എടുക്കാനുള്ള ഒരു മെഷീനാണിത്, ജ്യൂസറാണ്. ഇതിലേക്ക് നമ്മൾ ഇതിലെ ഇലകളെല്ലാം ഇതിലെ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുകയും അത് തിരിഞ്ഞ് ജ്യൂസ് ഇവിടെ വന്ന് കളക്റ്റഡ് ആവും. അതിന്റെ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗം മാറി അപ്പുറത്തേക്ക് വീഴുകയും ചെയ്യും. നമ്മൾ മരുന്ന് നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടമാണിത്. മരുന്ന് തിളപ്പിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന കഷായങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിത് അതിന്റെ നിശ്ചിത അളവിൽ മരുന്നെടുത്ത് അതിന്റെ അകത്ത് ആവശ്യമായ വെള്ളം ചേർത്ത് പറയുന്ന അളവിൽ വറ്റിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തൈലങ്ങൾ, കുഴമ്പുകളൊക്കെ കാച്ചുമ്പോഴും ഇതേ പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ആദ്യമേ അതിന്റെ കഷായം വെക്കണം. കഷായം വെച്ച് അത് നിശ്ചിത അളവിൽ വറ്റി അത് അരിച്ചെടുത്ത ശേഷമാണ് എണ്ണയിൽ ചേർത്ത് കാച്ചിയെടുക്കുന്നത്. ഇത് ഫയർവുഡ് ബോയിലറാണ്. നമ്മൾ ഇതിന്റെ അകത്ത് വിറക് കത്തിച്ച് അതിൽ നിന്ന് സ്റ്റീം ജനറേറ്റ് ചെയ്തിട്ട് ആ സ്റ്റീം വഴിയാണ് മരുന്നുകൾ കുക്ക് ചെയ്യുന്നത്. അപ്പം ഉള്ളിൽ കഴിക്കാനുള്ള കഷായത്തിന്റെയും അതുപോലെ തന്നെ തൈലങ്ങളുടെയും എണ്ണകളുടെയും കുഴമ്പുകളുടെയും എല്ലാം പ്രിപ്പറേഷൻ നടക്കുന്നത് ഇതിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുക. ഇതിന്റെ അകത്ത് വിറക് കത്തിച്ചിട്ടാണ് നമ്മൾ അതിന്റെ സ്റ്റീം ജനറേറ്റ് ചെയ്യുകയും അത് വെസലിലേക്ക് എത്തി അവിടെ നിന്ന് മരുന്നുകൾ ഉണ്ടാക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു മരുന്നിന്റെ നിർമ്മാണത്തിന് തന്നെ നമുക്ക് ഏകദേശം 3 മുതൽ 4 ദിവസം വരെയുള്ള കുക്കിംഗ് പ്രോസസ് ആവശ്യമാണ്. ആവശ്യത്തിന് മരുന്നുകളും അതിന്റെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് വറ്റിച്ചെടുത്ത ശേഷം വേണം തൈലം ചേർത്ത് തൈലത്തിലാക്കി വറ്റിച്ച്, അതായത് കഷായം ഉണ്ടാക്കണം. അതിനുശേഷമാണ് തൈലത്തിന്റെ യഥാർത്ഥ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ കടക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 3 മുതൽ 4 ദിവസം വരെ ഉണ്ടാവും ഓരോ മരുന്നുകളുടെ നിർമ്മാണത്തിന് എടുക്കുന്ന സമയം. മരുന്ന് നിർമ്മാണം പൂർത്തിയായ ശേഷം അതിന്റെ ആവശ്യമായ ക്വാളിറ്റി ചെക്കിങ്ങുകളിലേക്കാണ് പോകുന്നത്. QC പാസ്സായതിനു ശേഷം മാത്രമാണ് നമ്മൾ ഫില്ലിംഗ് യൂണിറ്റിലേക്ക് വരിക. ഇതൊരു ഓട്ടോമാറ്റഡ് ഫില്ലിംഗ് യൂണിറ്റ് ആണ്. മരുന്ന് അതിന്റെ ആവശ്യമായ ക്വാണ്ടിറ്റിയിൽ കുപ്പിയിൽ നിറയും. അത് അന്നേരം തന്നെ നമ്മൾ സീൽ ചെയ്ത് മാറ്റുകയാണ്. ശേഷം ലേബലിംഗും കഴിഞ്ഞിട്ടാണ് ഫൈനൽ ഫിനിഷ്ഡ് ഗുഡിലേക്ക് പോകുന്നത്. നമ്മൾ ഗുളികകൾ അരച്ചുണ്ടാക്കുകയായിരുന്നത്. അപ്പം മരുന്ന് പൊടിച്ചെടുത്ത ശേഷം അതിൻ്റെ അകത്ത് ആവശ്യമായ മരുന്നുകൾ ചേർത്ത് അരച്ചുണ്ടാക്കും. അരച്ചുണ്ടാക്കി നമ്മുടെ പഴയ അമ്മിക്കല്ല്, അരകല്ല് അമ്മിക്കല്ല് കൺസെപ്റ്റ് തന്നെയാണ്. അത് മെക്കാനൈസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് അരച്ചെടുത്ത് ഉരുട്ടി ഗുളികകളാക്കി ഡ്രയറിൽ വെച്ചിട്ടാണ് നമ്മൾ ഗുളികയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്.